മക്കളെ, സാർ ഒരു 2 കണക്കുകൾ ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളാണ്. സാർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മക്കൾ സാറിനെ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കണക്കുകളാണ്. സി, എക്സ് വൈ ഇസഡ് ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അതായത് എക്സ് വൈ ഇസഡ് ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 3 പദങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി? അപ്പോൾ ഒരു സമാന്തര ശ്രേണി നമ്മൾ സാധാരണ ഫസ്റ്റ് ടൈം ആദ്യ പദം, പിന്നെ നമ്മൾ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ്, മൂന്നാമത്തെ ടൈം വീണ്ടും ഒരു കോമൺ ഡിഫറൻസും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 ടേംസ് അടുപ്പിച്ചെഴുതുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യ 3 ടേമുകളാണ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇത് എക്സ് വൈ ഇസഡ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ ഇസഡ് ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 3 പദങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി? നമുക്ക് നോക്കാം. ഇതേണ്ടോ, ഈ 4 എണ്ണത്തിൽ ശരിയായിട്ടുള്ളത് ഈ കാണുന്നതാണ്. 2y = x + z. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ 2y എന്ന് പറഞ്ഞാൽ എത്ര വരും? 2y എന്ന് പറഞ്ഞാൽ 2a + 2d എന്ന് വരും അല്ലേ? കാരണം y എന്ന് പറയുന്നത് a + d ആണ്. ഇത് ആദ്യ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം അങ്ങനെ ആകണമെന്നില്ല. 3, 4, 5 അല്ലെങ്കിൽ 4, 5, 6 ഇങ്ങനെ തുടർച്ചയായിട്ട് 3 പദങ്ങൾ വന്നാൽ മതി. അങ്ങനെയെങ്കിൽ സെൻറ്ററിലുള്ള പദമെന്ന് പറയുന്നത് 2 × സെക്കൻഡ്, സെൻറ്ററിലുള്ള ടേം എന്ന് പറയുന്നത് ഈ 2 ടേമിൻ്റെയും സമ്മായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയേ. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ a + a + 2d, അതായത് 2a + 2d ആണ്. നമ്മൾ എക്സ് പ്ലസ് ഇസഡ് എടുത്തു കഴിഞ്ഞാൽ എക്സ് എയും വൈ a + d-യും ഇസഡ് a + 2d ആണെങ്കിൽ നമുക്ക് 2y എന്ന് പറയുന്നത് 2 × a + d ആണ്, അതായത് 2a + 2d ആണ്. എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നതും a + a + 2d, അതായത് 2a + 2d. അപ്പം 3 ടേംസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിൽ നിന്നും തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യ പദം ആകണമെന്ന് നിർബന്ധമില്ല. 6ാമത്തെ, 7ാമത്തെ, 8ാമത്തെ ആയാലും മതി. ഇപ്പം നമ്മൾ 6th, 7th, 8th എടുത്താലും നമുക്ക് പറയാം 2 × 7th ടൈം = 6th ടൈം + 8th ടൈം ആയിരിക്കും. നിങ്ങൾ ഏത് പദങ്ങൾ വേണമെങ്കിലും സമാന്തര ശ്രേണിയിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയോ, ഈ പറയുന്നത് ശരിയായിരിക്കും. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് വൈ ഇസഡ് 3 കോൺസിക്യൂട്ടീവ് ടേംസ്, അടുത്തടുത്ത ടേമുകളാണ്. ഒന്നുകിൽ 6th, 7th, 8th ആകാം, അല്ലെങ്കിൽ 1st, 2nd, 3rd ആകാം, അല്ലെങ്കിൽ 2nd, 3rd, 4th എന്നാകാം. അങ്ങനെ 3 തുടർച്ചയായ ടേംസ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് 2 × മിഡിൽ ടൈം = ഫസ്റ്റ് ടൈം പ്ലസ് തേർഡ് ടൈം. ഈ മിഡിൽ ടൈമിൻ്റെ പുറകിലുള്ളതിൻ്റെയും മുമ്പിലുള്ളതിൻ്റെയും ടോട്ടലായിരിക്കും സെൻറ്ററിലുള്ള ടൈമിൻ്റെ ഡബിള്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ മക്കളൊന്ന് വായിച്ചേ. 700 rupees ഈസ് യൂസ്ഡ് ഫോർ പർച്ചേസിങ് 7 പ്രൈസസ്. കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൈസ് ഈസ് 20 rupees മോർ ദാൻ കോസ്റ്റ് ഓഫ് ദി പ്രൈസ് ജസ്റ്റ് ബിലോ ഇറ്റ്. അപ്പം നമുക്ക് 7 സമ്മാനങ്ങൾ വാങ്ങുന്നതിനായി 700 രൂപ ഉപയോഗിച്ചു. ഓരോ സമ്മാനത്തിൻ്റെയും വില തൊട്ട് താഴെയുള്ളതിനേക്കാൾ 20 രൂപ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, 4th, 5th, 6th, 7th പ്രൈസ്. അപ്പം നമുക്ക് സെക്കൻഡ് പ്രൈസിനേക്കാൾ 20 രൂപ കൂടുതലാണ് ഫസ്റ്റ് പ്രൈസ്. അവർ പറയുന്നത് ഓരോ പ്രൈസും താഴെയുള്ള പ്രൈസിനേക്കാൾ
20 രൂപ കൂടുതലാണ്. അങ്ങനെ മൊത്തം സമ്മാനങ്ങൾ 700 രൂപയ്ക്ക് വാങ്ങി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 700 rupees is used for purchasing 7 prizes. Cost of each prize is 20 rupees more than cost of prize just below it. അതായത് 7 സമ്മാനങ്ങൾ വാങ്ങുന്നതിനായി 700 രൂപ ഉപയോഗിച്ചു. ഓരോ സമ്മാനത്തിൻ്റെയും വില തൊട്ട് താഴെയുള്ളതിനേക്കാൾ 20 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് 4th പ്രൈസ്, അല്ലെങ്കിൽ 4ാമത്തെ സമ്മാനത്തിൻ്റെ വില എത്ര? നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് 7 എണ്ണം എടുത്താൽ ഫസ്റ്റ് മുതൽ 7th വരെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th, 5th, 6th, 7th എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ സമ്മ് 700 നമുക്ക് മിഡിൽ ടേം കിട്ടാൻ വേണ്ടി ഒരു ട്രിക്കുണ്ട്. ഇവിടെയും 3 എണ്ണം, ഇവിടെയും 3 എണ്ണം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 5th, 6th, 7th. ഈ 4th ടൈമാണ് മിഡിൽ. ആ മിഡിൽ ടൈം കിട്ടാനായിട്ടൊരു ട്രിക്കുണ്ട്. നമുക്ക് ഈ 7 ടേംസിൻ്റെയും സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഉള്ളത് എത്രയാ? 1, 2, 3, 4, 5, 6, 7 ടേംസ് ആണ്. അപ്പോൾ ഈ മിഡിൽ ടൈം കിട്ടാനായിട്ട് ഈ സമ്മിൽ നിന്ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് 4th ടൈം കിട്ടി. 4th ടൈം എന്ന് പറയുന്നത് 100 ആണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് 4th പ്രൈസ്, അല്ലെങ്കിൽ 4ാമത്തെ സമ്മാനത്തിൻ്റെ വില എത്ര? അടുത്ത ചോദ്യം വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്രൈസ്. അതെങ്ങനെ കാണും? നമ്മോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൈസ് ഈസ് 20 മോർ ദാൻ കോസ്റ്റ് ഓഫ് ദി പ്രൈസ് ജസ്റ്റ് ബിലോ ഇറ്റ്. അതായത് സമ്മാനങ്ങൾ ഇങ്ങനെയാണ്, ഓരോ സമ്മാനത്തിൻ്റെയും വില തൊട്ട് താഴെയുള്ളതിനേക്കാൾ 20 രൂപ കൂടുതൽ. അപ്പം നമുക്ക് 4th പ്രൈസ് നമുക്ക് 100 ഇപ്പോൾ കിട്ടി. 4th പ്രൈസ് 100 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തേർഡ് പ്രൈസ് എത്രയാണ്? 4th-നേക്കാൾ 20 കൂടുതലാണ് തേർഡ് പ്രൈസ്. അപ്പം 120 ഇത് 140 വരും, 160 വരും. കാരണം സെക്കൻഡ് പ്രൈസിനേക്കാൾ 20 കൂടുതലാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ 4th പ്രൈസ് 100 തന്നു. ആ 100-നേക്കാൾ 20 കൂടുതലാണ് തേർഡ് പ്രൈസ്. അപ്പോൾ 5th പ്രൈസ് 80 വരും, ഇത് 60 വരും, ഇത് 40 വരും. ഇങ്ങനെയാണ് വരുന്നത്. കാരണം ഓരോ പ്രൈസിനേക്കാൾ 20 കൂടുതലാണ് അടുത്ത പ്രൈസ്, വലിയ പ്രൈസ്. അതായത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡിനേക്കാൾ 20 കൂടുതലാണ്. അപ്പോൾ ഇവിടെയാണ് കൂടിയത് വരുന്നത് 160. അതുകൊണ്ട് തന്നെ നമ്മോട് ചോദിച്ചത് റൈറ്റ് ദ കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ ആദ്യത്തെ സമ്മാനത്തിൻ്റെ വില നമുക്ക് കിട്ടി 160 കിട്ടി. ഇനി എന്താണ് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് കോസ്റ്റ് ഓഫ് പ്രൈസസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ, അല്ലെങ്കിൽ സമ്മാനങ്ങളുടെ വില അവരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പം നമുക്ക് എഴുതാം 160, 140, 120, 100, 80, 60, 40 ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തേ? നമ്മോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 700 rupees ഈസ് യൂസ്ഡ് ഫോർ പർച്ചേസിങ് 7 പ്രൈസസ്, അല്ലെങ്കിൽ 7 സമ്മാനങ്ങൾ വാങ്ങാൻ 700 രൂപ ഉപയോഗിച്ചു. ഓരോ സമ്മാനത്തിൻ്റെയും വില തൊട്ട് താഴെയുള്ളതിനേക്കാൾ 20 രൂപ കൂടുതലാണ്. അതായത് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൈസ് ഈസ് 20 മോർ ദാൻ കോസ്റ്റ് ഓഫ് പ്രൈസ് ജസ്റ്റ് ബിലോ ഇറ്റ്. അങ്ങനെയെങ്കിൽ 4th പ്രൈസ് നമുക്ക് പെട്ടെന്ന് കാണാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആദ്യമേ നമുക്ക് 7 പ്രൈസുകളുണ്ട്. 1, 2, 3, 4, 5, 6, 7 പ്രൈസ്. എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ പ്രൈസ് 700 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടൈം കാണാൻ ഇത് 3 ഇത് 3 ടൈംസ് ഇവിടെ വരും, ഇവിടെയും 3 ടൈംസ് വരും. അപ്പം മിഡിൽ ടൈം എന്ന് പറയുന്നത് 4th ടൈമാണ്. ആ 4th ടൈം കാണാനുള്ള ട്രിക്ക് നമുക്കറിയാം. ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണോ അതിനോട് ഇത് ഡിവൈഡ് ചെയ്യുക.
നമ്പർ ഓഫ് ടൈംസ് എത്രയുണ്ട്? മൊത്തം 7 ടൈംസ് ഉണ്ട്. അപ്പോൾ 700/7 100. നമുക്ക് 4th ടൈം 100 എന്ന് കിട്ടി. ഇനി നമുക്കൊരു ട്രിക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. ഓരോ സമ്മാനവും അതിൻ്റെ താഴെയുള്ള സമ്മാനത്തേക്കാൾ 20 രൂപ കൂടുതലാണ്. അപ്പോൾ 4th-നേക്കാൾ 20 കൂടുതലാണ് തേർഡ്. അവിടെ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ ഇത് കുറച്ച് എഴുതിയിട്ട് ഇത് കൂട്ടി എഴുതരുത്. അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ സമ്മാനവും കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൈസ് ഈസ് 20 റുപ്പീസ് മോർ ദാൻ കോസ്റ്റ് ഓഫ് പ്രൈസ് ജസ്റ്റ് ബിലോ ഇറ്റ്. അതായത് ഫസ്റ്റിൻ്റെ താഴെയാണ് സെക്കൻഡ്, അതിനേക്കാൾ 20 കൂടുതലാണ് ഫസ്റ്റ്, തേർഡിനേക്കാൾ 20 രൂപ കൂടുതലാണ് സെക്കൻഡ്. അപ്പം നമുക്കറിയാം 4th നമുക്ക് 100 എന്ന് പറഞ്ഞു. അപ്പോൾ 4th പ്രൈസ് 4ാം സമ്മാനത്തേക്കാൾ 20 രൂപ കൂടുതലാണ് 3ാം സമ്മാനം. അപ്പം 3ാം സമ്മാനം 120, 2ാം സമ്മാനം 140, 1ാം സമ്മാനം 160. താഴോട്ട് 5, 6, 7 വരുമ്പം 100-ൽ നിന്ന് 20 വെച്ച് കുറച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ ആദ്യത്തെ സമ്മാനത്തിൻ്റെ വില. ഇത് കാണുമ്പോഴേ നമുക്കറിയാം 160. ഇനി നമ്മളോട് ചോദിച്ചത് റൈറ്റ് കോസ്റ്റ് ഓഫ് പ്രൈസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. സമ്മാനങ്ങളുടെ വില അവരോഹണ ക്രമം. ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്കാണ്, അവരോഹണം എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. ഫസ്റ്റ് പ്രൈസ് ഏറ്റവും കൂടുതൽ. അപ്പം 160, 140, 120, 100, 80, 60, 40 ഇങ്ങനെയാണ് 7 സമ്മാനങ്ങൾ വരുന്നത്. മക്കൾ എൻ്റെ ടോട്ടൽ ചെയ്ത് നോക്കിയോ, ടോട്ടൽ 700 കിട്ടും. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാറിനെ വാട്സപ്പിൽ വിളിച്ചാൽ മതി. 1-to-1 ആയിട്ട് സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കളുടെ ഫ്രണ്ട്സിലേക്ക്, ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.